ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡിന്റെ റിവ്യൂ ഒന്നും അല്ല ഇത്. എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നില്ല. ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് കണ്ടിട്ട് അതിന്റെ റിവ്യൂയിലേക്ക് പോകാം. കാരണം ഞാൻ കുറച്ച് ദിവസമായി എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 3-4 ദിവസമായി. ഞാൻ പക്ഷേ എപ്പിസോഡ് കാണുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ച് ലൈവും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ള ഒരു ടൈം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് വർക്കായിട്ട് ബിസി ആയതുകൊണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസത്തെ എപ്പിസോഡുകൾ കണ്ട് ഇന്നലത്തെ എപ്പിസോഡും കണ്ടതിന് ശേഷം എനിക്ക് കുറച്ച് ക്യാരക്ടേഴ്സിന് അതിനകത്തുള്ള കുറച്ച് ആൾക്കാരുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനകത്ത് ഫസ്റ്റ് ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജാൻമണി. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു, നമുക്ക് ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ആളായിരുന്നു ജാൻമണി. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഒരു സീസൺ ഫുള്ള് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് എനിക്കും കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനൊരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു വ്യക്തി നല്ലൊരു വ്യക്തിയായിരിക്കും. ആ ഒരു ജാൻമണി എന്ന് പറയുമ്പോഴത്തേക്ക് ഷീസ് സം ഗുഡ് എന്ന് തോന്നി. പക്ഷെ അങ്ങനെ അല്ല അവർ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലായി വരുന്നുണ്ട് എന്തായിരുന്നു ഈ ഒരു ഗെയിമിന്റെ ശരിക്കുള്ള ഒരു പാറ്റേണും അതാണല്ലോ. ഓരോ ആൾക്കാരും അതിനകത്ത് വന്ന് കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ മാറുന്നത്, ശരിക്കുള്ള ക്യാരക്ടർ പുറത്തു വരുമെന്ന് പറയാം. സോ അവർ ആദ്യമേ ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കുള്ള ആളല്ല ഇപ്പം. ഒന്നെങ്കിൽ വന്നതിന് ശേഷം ഇതിനകത്തുള്ള ഫ്രസ്ട്രേഷനും എല്ലാം കാരണം അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആയി. ഇല്ലെങ്കിൽ ശരിക്കുള്ള ഒരു വ്യക്തി ഇതായിരുന്നിരിക്കാം, അവർ അഭിനയിച്ചായിരിക്കും തുടക്കത്തിൽ നിന്നിരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് എവർ, ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നോറയോട് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ അവർ പെരുമാറുന്നത് ഞാൻ കണ്ടു. അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ പോലും അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇന്നലത്തെ ലാലേട്ടന്റെ ആ ഒരു എപ്പിസോഡിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നപ്പം അവര് നോറയുടെ ഫേസിൽ നോക്കി നോറയെ ഫേസ് ചെയ്ത് അടുത്തൂടെ പോയി തുപ്പിയിട്ട് പോകുന്നുണ്ടെന്നൊരു സാധനം പറയുന്നുണ്ട്. ലാലേട്ടൻ പോലും അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പഞ്ച് കൊടുത്തോ അല്ലെങ്കിൽ ജാൻമണിയെ വഴക്ക് പറയുന്ന ഒരു രീതിയിലേക്കോ ഒന്നും പോകുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ട് ഈ ബാംഗ്ലൂരിലൊക്കെ ട്രെയിനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡൽഹി സൈഡിലേക്കൊക്കെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. ഇവര് പൈസ ചോദിക്കും നമ്മുടെ അടുക്കൽ. എനിക്കൊക്കെ അനുഭവം ഉണ്ട്. നമ്മൾ പൈസ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ചുമ്മാ മാറി ഒന്നെങ്കിൽ നമ്മളെ എന്തെങ്കിലും അസഭ്യ വാക്ക് പറയും, ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പ്രാഗിയിട്ട് പോകും. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടാണോ ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രാഗുക, അങ്ങനത്തെ ഒരു ഭയങ്കര മോശം പരിപാടി അവരവിടെ പല തവണ കാണിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെയാണോ ഈ ബിഗ് ബോസിനകത്ത് വരുന്ന നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെ അവിടുത്തെ കണ്ടസ്റ്റൻസിന് ഉൾപ്പെടെ ഇവരോട് പേടിയും ഇവരോട് കൂടുതൽ? നോറ അത് എടുത്തടിച്ച് പറയുന്നുണ്ട് മുഖത്ത്, പക്ഷെ നോറയ്ക്കും പേഴ്സണലി അത് വിഷമമാവുന്നുണ്ട് ഇവർ ഒരുപാട് പ്രാകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് പല സമയത്ത് നോറ കരയുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൾ കരയുന്നില്ലെങ്കിൽ പോലും പൊട്ടിയാണ് നോറ നിൽക്കുന്നത്. എല്ലാവരും കരയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞ് അവൾ അതിനെ ഓവർകം ചെയ്യാൻ സത്യം പറഞ്ഞാൽ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെയൊക്കെ ആ എപ്പിസോഡിൽ കണ്ടുവെച്ച് നോറ കരഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ എന്തായാലും അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ജാൻമണിയെ ഈ ഒരു കാര്യം വെച്ചിട്ടാണോ എല്ലാവർക്കും പേടി? ഇവളുടെ കേൾക്കുമോ എന്നുള്ളൊരു പേടിയാണോ അവിടെ എല്ലാവർക്കും എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. ലാലേട്ടൻ ഉൾപ്പെടെ ഒരു പരിധിയിൽ കൂടുതൽ ഇന്നലെ വന്നിട്ട് പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാൻമണി കൈ വരെ പൊക്കാൻ തുടങ്ങി നോറയുടെ ദേഹത്ത് നേരെ. സോ അതൊന്നും ലാലേട്ടൻ ചോദിച്ചതേ ഇല്ല. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി എനിക്ക്. ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമായിരിക്കും, ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്തൊക്കെയോ അവളോടൊന്നും ചോദിക്കണമെന്നുള്ള രീതിയിൽ ജാൻമണിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. നമ്മുടെ നോറ ഈ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ 1-2 ഒരു കഷായം പോലെ 2-3 കുപ്പിയിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കൊടുക്കൂ, 2-3 കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്, അയ്യോ ഞാനത് മറന്നുപോയി, ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു അങ്ങ് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് പോയിന്റ് വെച്ചൊന്നും സംസാരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അപ്പം 1-2 കഷായ കുപ്പികൾ, ഒരു കഷായം തന്നെ അത് 2-3 ഗ്ലാസ്സിലാക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ അവരുടെ ക്യാരക്ടർ ഇന്നതാണെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നോറ ജാൻമണിയെ സെലക്ട് ചെയ്ത് ജാൻമണിക്ക് കൊടുത്തപ്പോഴത്തേക്ക് ആ ഗ്ലാസ്സിൽ, അത് നമുക്ക് കൊടുക്കുന്ന ആളുടെ ഇഷ്ടമാണ് എന്തോരം കൊടുക്കണമെന്ന്, ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ജാൻമണി നേരെ വന്ന് അതെടുത്ത് ഒഴിച്ച് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇത്രേ കുടിക്കാൻ പറ്റുള്ളൂ. ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജാൻമണി വന്നിട്ട് ബാക്കി എല്ലാവരും കൊടുക്കുന്ന അത്രയും കുടിക്കുന്നുണ്ട്. ഇവള് മാത്രം വന്നിട്ട് അത് ബാക്കി തട്ടിക്കളയാൻ നോക്കുന്നു. എന്നിട്ട് ഞാൻ ഇത്രേ കുടിക്കത്തുള്ളൂ എന്നുള്ള, അവർക്ക് അവിടെ എന്തും പറ്റും, ഞാനാണ് ഇവിടുത്തെ ഫുൾ അതോറിറ്റി, എനിക്കെല്ലാം സെപ്പറേറ്റ് ആണ് എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് അവരതിനകത്ത് നിൽക്കുന്നതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ അത് അവരങ്ങനെ കാണിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് പറ്റില്ല, എടുത്ത് കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്.
ലാലേട്ടനും പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ജാൻമണി അവിടെ വഴക്ക് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ലാലേട്ടൻ കുറച്ചും കൂടെ ഹാർഷായിട്ട് ബിഹേവ് ചെയ്തേനെ. പക്ഷെ ജാൻമണിയോട് അങ്ങനെ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. എല്ലാവരും ലാലേട്ടൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കണ്ടസ്റ്റൻസിനൊക്കെ പേടിയാണോ ജാൻമണിയെ. കണ്ടസ്റ്റൻസിന് മാത്രമല്ല ബിഗ് ബോസിനും ലാലേട്ടനും ഉൾപ്പെടെ ജാൻമണിയെ പേടിയാണ് എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നലെയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്. അപ്പൊ അതിലുള്ളൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിനായിരിക്കാം, അവരുടെ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെ അവർ പ്രാഗിയാൽ ഞങ്ങൾ കേൾക്കുമോ എന്നുള്ളൊരു പണ്ട് തൊട്ടേ ഉള്ളൊരു പേടി അത് തന്നെ. അപ്പൊ അതൊക്കെയാണ് ഇന്നലെ ജാൻമണിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഡിസപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. ജാൻമണി എന്ന് പറയുന്ന ഗെയിമർ പോയി ഇനി എത്ര നാൾ നിൽക്കും എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ്, കുറച്ച് ദിവസങ്ങളായിട്ട് സായിയെ പറ്റി കുറെ കോൺട്രവേഴ്സീസ്, സായിയുടെ വൈഫ് സായിയെ മറ്റേ ആക്കി വിടുന്നു, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായിയുടെ ഗെയിം അത് സൂപ്പറാണ്. അത് ഇന്നലെ സായി പറഞ്ഞു, സായി ഇതെന്റെ ഗെയിമാണ്. അതായത് ജാസ്മിനെ ഞാൻ ഇങ്ങനെ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അവളെ മനഃപൂർവ്വം താത്താൻ വേണ്ടിയായിരുന്നു, അവളെ ഡൗൺ ആക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു വാണിംഗ്, 2 വാണിംഗ് ഒക്കെ കിട്ടി. ലാലേട്ടനും ഇന്നലെ പറയുന്നുണ്ട് ഇനി നടക്കത്തില്ല ഈ പരിപാടി. അപ്പൊ എനിക്ക് തോന്നിയത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണയുടെ ഗെയിം അതല്ല സായി കൃഷ്ണയുടെ ഗെയിം. സായി അവിടെ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിക്ക് അറിയാം, ഇങ്ങനെ നോറയോട് ഞാൻ ഈ കഥകൾ പറയുമ്പോൾ എന്നെ വിളിക്കും, എനിക്ക് ഒരു വാണിംഗ് കിട്ടും, എന്റെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു സംസാരം ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കും എന്ന് പുള്ളിക്ക് ബുദ്ധിപൂർവമായി അറിയാം. കുറച്ച് വർഷങ്ങളായിട്ടിരുന്ന് കാണുന്ന ഒരുത്തരാണ് ബിഗ് ബോസ്, അതും കൂടെ നമ്മൾ ആലോചിക്കണം. സോ അങ്ങനെ ഒരു സാധനം ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ എന്താണ് പുള്ളിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്? ആ ബെനിഫിറ്റ് ആണ് പുള്ളി ഇന്നലെ അവിടെ പറഞ്ഞത്. ഞാനൊരു ഗെയിം കളിക്കുമായിരുന്നു. പുള്ളിയുടെ വൈഫ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം, അതായത് സായിയുടെ വൈഫ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, സായി എന്താണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത്, ആർക്കും ഇഷ്ടപ്പെടാതെ വരും. സായിക്ക് അറിയാം പുറത്ത് എനിക്കൊരു നെഗറ്റീവ് ഇമേജ് വരും സ്റ്റാർട്ടിൽ ഞാൻ ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ. അത് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയും ഗെയിം ആയിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് എന്തായാലും പുള്ളിക്ക് ഒരു പോസിറ്റീവായിട്ട് മാറും. അതിപ്പോ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും. ഓക്കെ, അതാണ് സത്യം പറഞ്ഞാൽ അവിടെ നടന്നത്. പക്ഷെ അതിനിടയ്ക്ക് സായി ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു പുറത്ത്. സായിയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ജാസ്മിൻ ഡൗൺ ആയപ്പോൾ, ജാസ്മിന്റെ ആ ഒരു ഡൗൺ ആയി, അയ്യോ ആ കുട്ടി പാവം, അതിനെ ഇവൻ തളർത്തിയല്ലോ എന്നുള്ളൊരു സാധനം പറഞ്ഞ് ജാസ്മിന് ഒരു പോസിറ്റീവ് ഇമേജ് ഇപ്പൊ പുറത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് സായി പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സായിക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് അതവിടെ സായി നേരത്തെ കണ്ടു, അത് കിട്ടുക ചെയ്യുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ കൂടെ പൊങ്ങി എന്നുള്ള കാര്യം സായി അകത്തിരുന്ന് അറിയുന്നുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇന്നലെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സായിയുടെ ബേസിൽ ഈ ഒരു കാര്യമാണ് നടന്നത്. പിന്നെ പൂജ എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ആരുടെ കാര്യമാണ്, പിന്നെ അഭിഷേക് വന്നപ്പോൾ ഒരു തെമ്മാടിത്തരം പറഞ്ഞു, അത് അവൻ സമ്മതിച്ചു കൊടുത്തു. ഇപ്പൊ എല്ലാവർക്കും അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവൻ പറയുന്നതെല്ലാം പോയിന്റ് ആണ്. അതുപോലെ തന്നെ സിബിനെ പലർക്കും ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. കാരണം സിബിൻ നല്ലൊരു ഗെയിമറാണ്. അതാകെ സമ്മതിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജിൻഡോ കുട്ടനെ അതേ കണക്ക് പറയണം കേട്ടോ. ജിൻഡോ ഭയങ്കരമായിട്ട് മുന്നേറി വരുന്നുണ്ട് ആസ് എ ഗെയിമർ. അതുപോലെ തന്നെ സംസാര രീതിയാണെങ്കിൽ പോവും. ഇന്നലത്തെ ഒരു എപ്പിസോഡിലൊക്കെ ഞാൻ കണ്ടു ജാസ്മിനൊക്കെ നല്ല പോയിന്റിൽ അടിച്ച് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആ മറ്റേ കഷായത്തിന്റെ ഒരു പരിപാടി വന്നപ്പോഴത്തേക്ക്, കഷായത്തിന്റെ പരിപാടിയല്ല, അതിന് ശേഷമുള്ള ഒരു ഗെയിമിൽ അടിച്ചു കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന ഒരു ഗെയിമർ പൊളിയാവുന്നുണ്ട്, കയറി വരുന്നുണ്ട് ഇപ്പോ. പിന്നെ ബാക്കിയുള്ള പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാനായിട്ട് പിന്നെ ശ്രീരേഖയൊക്കെ പോയിന്റിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗബ്രിക്കൊക്കെ നല്ല സാധനം കൊടുക്കുന്നുണ്ട് ഇന്നലെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗബ്രിയെ നമ്മൾ നേരത്തെ, ഇനി ഗബ്രിയെ പറയാൻ വയ്യ. ഗബ്രിക്ക് ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അവൻ ഇന്നും ഒരു ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ ആ കഷായത്തിൽ ആ ഗ്ലാസ്സിൽ എഴുതി വന്ന ഒന്ന് ഡിപ്പെൻഡൻസി ആയിരുന്നു. പിന്നെ അങ്ങനെ 1-2 കാര്യങ്ങൾ. അപ്പം ഡിപ്പെൻഡഡ് ആണ് അവൻ, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ജാസ്മിന് ഗബ്രിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗബ്രിക്ക് ഇത്തിരി കൂടുതൽ കഷായം കൊടുത്താലോ ജാസ്മിന്റെ ഫേസ് അങ്ങ് ചക്ലിച്ച് പോകുന്ന ഒരു സാധനം ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചു. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജാസ്മിനാണ് കൂടുതൽ വിഷമം. സോ അവർ തമ്മിലുള്ള ഇന്നർ ഒരു കണക്ഷൻ ഉണ്ട്. അത് എത്രയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ നിന്ന് വെളിയിൽ പോയാലും അവർ തമ്മിൽ അത് ഉണ്ടായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ഗെയിമായിട്ട് കണ്ട് കളിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുള്ള ഒരു ഗെയിം, അത് രണ്ടുപേർക്കും പണിയാണ്. അതാണ് പുറത്ത് ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതെ വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ ആരാണ്, പിന്നെ ശ്രീതു ഒക്കെ ജസ്റ്റ് ഒരു സൈഡിൽ കൂടെ അങ്ങ് തട്ടിമാഞ്ഞ് പോയി. നമ്മുടെ അൻസിബ ആണെങ്കിലും അങ്ങനെ തട്ടിക്കേറി അങ്ങ് പോകണം. അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ അൻസിബയുടെ പോയിന്റ്സ് ഒക്കെ വാല്യൂ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഋഷി അപ്സര
അയ്യോ, ഋഷി അപ്സരയ്ക്ക് ഒരു പണി കൊടുത്താൽ തിരിച്ചതിന്റെ ഡബിൾ ഇരട്ടി കൊടുക്കാൻ നിൽക്കുകയാണ് അപ്സര. അപ്സര ഒരു ഗെയിമർ ഒന്നും അല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്സരയുടെ കുറച്ച് വാശി, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. ഋഷിയോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് അപ്സരയ്ക്ക്. അത് ഋഷി ഒരു പോയിന്റിൽ അവളെ കുത്തി കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് അപ്സര കുത്തും. ആ ഒരു മൈൻഡിലാണ് അപ്സര നിൽക്കുന്നത്. നേരത്തെ നമ്മുടെ ജാസ്മിനും നോറയും നിന്ന പോലെ. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി നോറ വേറെ രീതിയിൽ ഗെയിമിനെ കൊണ്ടുപോകുന്നുണ്ട്, വേറെ രീതിയിൽ നോറ കളിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ. നോറയൊക്കെ ഒതുങ്ങി നിന്നിരുന്ന നോറയൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യം. പിന്നെ പുതുതായിട്ട് വന്ന നന്ദനയൊക്കെ വെറും ഷോ. എനിക്ക് അത്രയും നന്ദന കാര്യത്തിൽ തോന്നുന്നുള്ളൂ, അല്ലാതെ ഗെയിമറായിട്ടൊന്നും നന്ദനെ കണക്ക് കൂട്ടാൻ എനിക്ക് ഇതുവരായിട്ടും പറ്റിയിട്ടില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ ഈ കുറച്ച് ദിവസങ്ങളിൽ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് ആൾക്കാരുടെ ക്യാരക്ടറിൽ നിന്ന് മനസ്സിലായത്. ഇതിനകത്ത് നിന്ന് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് ജിൻഡോയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നോമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ജിൻഡോയെ എടുത്ത് വെളിയിൽ കളയാതിരുന്നത് ഭയങ്കരമായിട്ട് നന്നായി. കാരണം ജിൻഡോ കോമഡി കാണിക്കുന്നുണ്ട്, ഇപ്പം എന്റർടൈനിങ് ആക്കുന്നുണ്ട്, കറക്റ്റ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നല്ല രീതിയിൽ സംസാരം തന്നെ പുള്ളിയുടെ മാറിപ്പോയി. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ജിൻഡോയൊക്കെ നല്ല രീതിയിൽ കളിച്ച് വരട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് സംസാരിക്കാം.